ഹായ് അസ്സാം വലൈക്കും പ്രിയമുള്ളവർക്കെല്ലാവർക്കും തസ്ലീസ് ഡ്രീം എന്ന എൻ്റെ ചാനലിലേക്കും ഇന്നത്തെ എൻഗേജ്മെൻറ്റ് വ്ളോഗിലേക്കും സ്വാഗതം. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മകൻ്റെ എൻഗേജ്മെൻറ്റാണ്. ഒറ്റപ്പാലം മണ്ണാർക്കാടാണ് എൻ്റെ കസിൻ സിസ്റ്ററുടെ നാട്. അപ്പോൾ പെണ്ണിൻ്റെ നാട് പാലക്കാടാണ്. നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാ ഐറ്റംസുകളും നമ്മുടെ പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ വ്ളോഗ് കൂട്ടുകാരെല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാതിരിക്കില്ല. എന്താ പറയുക, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇതുപോലത്തെ ഒരു എൻഗേജ്മെൻറ്റ് കണ്ടില്ല. ഫസ്റ്റ് കാണുമ്പം വിചാരിക്കും ഇത് എൻഗേജ്മെൻ്റ് ആണോ അതോ കല്യാണമാണോ. എന്താ പറയുക, അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുവരൂ കേട്ടോ. അങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. സിസ്റ്ററുടെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ എല്ലാവരും ഇറങ്ങി. പാലക്കാടാണ് നമ്മുടെ പെണ്ണിൻ്റെ വീട്. അപ്പോൾ അത് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പോകും. അങ്ങനെ ഇതേ പെൺപടകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ പാച്ചിമോള്, പിന്നെ ഇത് അച്ചുവിൻ്റെ അമ്മാവൻ്റെ വൈഫ്, രണ്ടാൾ ഷംന ഖദീജ. ഇതാണ് അച്ചുവിൻ്റെ ഉമ്മ സന്തൂർ മമ്മി. ഇതാണ് നമ്മുടെ അച്ചു അർഷാദ്. മാഷാ അല്ലാഹ്, നല്ല സന്തോഷത്തിലാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് വ്ളോഗ് കുറച്ച് ലെങ്തി ആയിരിക്കും. എങ്കിലും ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ഇന്നേ വരെ ഇതുപോലത്തെ ഒരു എൻഗേജ്മെൻറ്റ് കണ്ടിട്ടില്ല. അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് പുതുനഗരം ഇതാണ് പാലക്കാട് പുതുനഗരം. ആ വളവിൻ്റെ അടുത്ത് തന്നെ നിർത്തിയാൽ മതിയെന്നല്ലേ. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കിയതേ നമ്മളെല്ലാവരും നടന്ന് പോവുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും എൻഗേജ്മെൻറ്റ്. അപ്പോഴോ ആ ട്വിസ്റ്റാണ് നമ്മളെ ഏറ്റവും അതിശയപ്പെടുത്തിയത്. എന്താ പറയുക, ഓഡിറ്റോറിയത്തിലായിരുന്നു എൻഗേജ്മെൻറ്റ്. നമ്മൾ പെട്ടെന്ന് വിചാരിച്ച് ഇത് കല്യാണമാണോ അതോ എൻഗേജ്മെൻറ്റ് തന്നെയാണോ. അത്രയ്ക്കും എന്താ പറയുക, കല്യാണം പോലെ നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ ഇതേ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പം ചെക്കൻ്റെ വീട്ടുകാരെ സ്വീകരിക്കാൻ വേണ്ടി പെണ്ണിൻ്റെ വീട്ടുകാർ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതേ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ പെണ്ണിന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഓരോരാളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇനി അങ്ങോട്ട് ചെറവറ ഉള്ള സംസാരമായിരിക്കും. നമ്മുടെ മിച്ചൂട്ടിയാണിത്. മിച്ചൂട്ടിൻ്റെ കയ്യിൽ ചോക്ലേറ്റും എല്ലാം ഉണ്ട്. ഇത് ചെക്കൻ്റെ അമ്മായിമാർ 2 പിന്നെ മൂത്തമ്മ, പിന്നെ ഉപ്പാനെ കാട്ടിത്തരാം. ഇതാണ് ചെക്കൻ്റെ ഉപ്പ. അപ്പോൾ എന്താ പറയുക, ഇനി അങ്ങോട്ട് നമുക്ക് ചെറവറ ഉള്ള സംസാരങ്ങൾ കേട്ടിട്ട് വരാം. ഞാനിത് വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അവിടുന്ന് ഇങ്ങനെ പറയാനൊന്നും പറ്റില്ലല്ലോ, സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും ഞാൻ വോയിസ് ഓവർ കൊടുത്തത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കും. നമ്മളുടെ സംസാരമൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. ഇതിപ്പം സംസാരമെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ക്യാമറാമാൻ ഞാനും വീഡിയോ ഞാൻ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാരുടെ ഇടയിൽ നിന്ന് ക്യാമറാമാനും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, എന്താ പറയുക, ഒന്നും പറയാനില്ല. അത്രയ്ക്കും നല്ല സന്തോഷമായിരുന്നു. പെട്ടെന്ന് ആർക്കും തോന്നിപ്പോവും ഇത് കല്യാണമാണോ എന്ന്. നമ്മുടെ മിച്ചൂട്ടിയും പിന്നെ കുട്ടികളും ഇബു
നമ്മുടെ പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങും മാല കൊടുക്കൽ ചടങ്ങും ഒക്കെ കഴിഞ്ഞു. ദേ ഉമ്മ ഇനി ബ്രേസ്ലെറ്റ് കെട്ടി കൊടുക്കുന്നുണ്ട്. വല്യമ്മ അടുത്തുണ്ട്, നമ്മുടെ അർഷു, അതായത് നമ്മുടെ പുതിയാപ്പിളച്ചക്കന്. അങ്ങനെ ദേ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കൂടെ ചെക്കൻ്റെ വല്യമ്മയും ഉമ്മയും ഉപ്പയും, വല്യമ്മ അതായത് ഉപ്പാൻ്റെ ഉമ്മ. ഇനി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇതിനായിട്ട് കുറക്കണ്ടല്ലോ, ഐസ്ക്രീമും കഴിച്ചു. ഐസ്ക്രീം ഇല്ല എന്ന് പറയണ്ട, അതുകൊണ്ട് ഐസ്ക്രീമും കഴിച്ചു. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നാട്ടിലേക്ക് പോവാൻ ഇറങ്ങി. പാലക്കാട് നിന്ന് കണ്ണൂർ വരെ എത്തണം, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങിയത്. അങ്ങനെ ഇതേ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 3:15 വണ്ടിക്കായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഓടിപ്പിടച്ച് വന്നത്. വരുമ്പോഴേക്കും വണ്ടി വിട്ടു. ഇനി നമുക്ക് 6:10 വണ്ടിയേ ഉള്ളൂ. നമ്മൾ ഫങ്ഷനൊക്കെ പകുതിക്ക് ഇട്ട് വന്നതുപോലെയായി. അപ്പോൾ അൽഹംദുലില്ലാ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ബൈ.